രേണു ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? ഓ കാണാറുണ്ട്. ബിഗ് ബോസിന്റെ തികച്ച ഫാനാണോ? അങ്ങനെ വലിയ ഫാനൊന്നുമല്ല, പക്ഷെ സ്ഥിരം പ്രേക്ഷകയാണ്. സ്ഥിരം പ്രേക്ഷക എന്ന് പറയുന്നത് ഫാനാണ്. എങ്ങനെയുണ്ട് ബിഗ് ബോസ്? ബിഗ് ബോസ് എനിക്ക് ഇപ്പോ റീസെന്റ് ആയിട്ട് തോന്നുന്നു ഷോ ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകുന്ന പോലെയാണ്. സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് പോലെ തോന്നാറില്ല. കാരണം റീസെന്റ് ആയിട്ട് ജനങ്ങളെ മുഴുവൻ ജിസേലിന്റെ എവിക്ഷൻ വന്നോട് കൂടിയിട്ട്, കാരണം അവിടെ ആവശ്യമില്ലാതെ വീട്ടിന്റെ ഉള്ളിൽ കുറെ പേര് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ജിസേലിന്റെ ആ ഒരു എവിക്ഷൻ അങ്ങനെ നല്ലൊരു ഫെയർ ആയിട്ട് തോന്നിയില്ല. ഇത്രയധികം പ്രേക്ഷകരെ പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റഡ് ആയിട്ട് വർക്ക് ആവാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടുന്ന് ഇറങ്ങിയ പലരും, ഇപ്പൊ ഈവൻ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഷാരിക എന്ന് പറയുന്ന അവര് കൂടെ പറയുന്ന സ്ക്രിപ്റ്റഡ് അല്ല, അത് അവര് അങ്ങ് ഉണ്ടാക്കുന്ന. പിന്നെ സ്ക്രിപ്റ്റഡ് അല്ല എങ്കിൽ പോലും ജനങ്ങളെ പിടിച്ചിരുത്താൻ തക്ക കാരണങ്ങൾ അത് മാത്രമേ ബിഗ് ബോസ് ക്യാമറ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. എഡിറ്റിംഗ് കട്ടിംഗ് ഒക്കെ പവർ ആയിരിക്കും. അതെ അതെ, എഡിറ്റിംഗ്, അതായത് അത്രയധികം ക്യാമറകൾ വെച്ച് എഡിറ്റ് ചെയ്ത് അങ്ങനെ കാണിക്കില്ല. അപ്പൊ നമ്മള് ബിഗ് ബോസ് കാണുമ്പോ തന്നെ അറിയാം ഇങ്ങനെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവര് വിഷ്വല് പ്രേക്ഷകർക്ക് സ്ട്രൈക്ക് ആകുന്ന, ഇപ്പൊ ആദിലാനൂർ അവരുടെ സ്റ്റണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പൊ അനുമോളുടെ ഇഷ്യൂസ്, അങ്ങനെ അതൊക്കെ അങ്ങനെ ബൾജ് ചെയ്ത് കാണിക്കുക, പ്രേക്ഷകരെ ഇരുത്തണം എന്നുള്ള രീതിക്ക്. ഇതിനു മുമ്പ് ബിഗ് ബോസ് ഇറങ്ങിയവര് പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ അല്ല ചെയ്തത്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതൊന്നും ബിഗ് ബോസിൽ കാണിച്ചിട്ടില്ല. ബിഗ് ബോസിൽ ഇപ്പൊ ഇങ്ങനെ അത് ചില കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നിലവിൽ ബിഗ് ബോസിലെ ഓരോ ഷോകളും കണ്ടിട്ടാണ്, അതായത് ഓരോ പ്രേക്ഷകരാണ് ഇവിടെ പൊട്ടന്മാരാവുന്നത്. അവര് പറയുന്നത് 24 hours അവിടെ ഉള്ള കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ടെന്നാ. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇല്ല. അതായത് ഓരോ എപ്പിസോഡും ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓരോ എപ്പിസോഡും ജനങ്ങളെ പിടിച്ചിരുത്തണമെങ്കിൽ, പ്രേക്ഷകരെ പിടിച്ചിരുത്തണമെങ്കിൽ അതിനുള്ള കോണ്ടന്റ് ആണ് അവര് നമ്മളെ കാണുന്നത്, അതിനുള്ള കാര്യങ്ങൾ കാണണം. അപ്പൊ പിന്നെ നിങ്ങളടക്കമുള്ള ആൾക്കാരെ ബിഗ് ബോസ് പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ? പറ്റിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ ഷോ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഷോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂർ. പക്ഷെ നമുക്കതൊരു ക്യൂരിയോസിറ്റി ആണ്. നെക്സ്റ്റ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും, അടുത്ത ദിവസം എവിക്ഷൻ ആരാണ്, അടുത്ത ദിവസം ഓരോ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ലാലേട്ടൻ വരുമ്പോ അതിനെ എന്ത് പറയും, ആ ഒരു സാധനം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തവരെ പറയണം, നമുക്ക് ഫേവർ ആയിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു രസമാണ്. ഇഷ്ടമുള്ളവരാണ് അങ്ങനെ ഒന്നുമില്ല, അതൊന്നും പറയാൻ പാടില്ല. അപ്പൊ ആളുകൾ വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറില്ല. പിന്നെ ബിഗ് ഫാനാണ്. പറഞ്ഞില്ല, ഡെയിലി ഫാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഡെയിലി ബിഗ് ബോസ് കാണാറുണ്ട്. അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് സപ്പോർട്ട് ബിഗ് ബോസ് ഡെയിലി കാണുന്ന ഒരാളാണെങ്കിൽ അത് ഫാൻ ആയിരിക്കും. എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തോണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല. അല്ല, അതൊക്കെ മുട്ടൻ ന്യായമാണ്. അതൊക്കെ മുടന്തല്ല, മുട്ടനായാലും മുടന്തൻ ന്യായമാണ്. കാരണം ബിഗ് ബോസ് ഇത്രയധികം കണ്ണു തുറന്നിരുന്ന് ബിഗ് ബോസ് കണ്ടിട്ട് ബിഗ് ബോസിലെ കാര്യങ്ങൾ ഓരോ ദിവസവും, അതായത് അപ്പുറത്തെ വീട്ടിലെ നുണ കേൾക്കാനായിട്ടോ അപ്പുറത്തെ വീട്ടിൽ അടി നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല പറയട്ടെ, സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ കാണുന്നതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ അതിലുള്ള ഏതെങ്കിലും ഒരു ഫിക്സഡ് പേഴ്സണോട് ഭയങ്കരമായിട്ട് ഫാന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഓരോ ബിഗ് ബോസ് ഹൗസിൽ അടിയെ കുറിച്ച് എന്താ പറയുള്ളത്? അടിയും പല സമയത്ത് നമുക്ക് തോന്നുന്നു ആവശ്യമില്ലാതെ, ആവശ്യമുള്ള നേരത്തെ അടികൾ ഉണ്ടാവാറില്ല. ഇനി മറ്റൊരു കാര്യം പറയുമ്പോൾ ബിഗ് ബോസിൽ ചെന്ന് കയറിയപ്പോ ഉണ്ടായിരുന്ന തടിയൊക്കെ ഇപ്പൊ അവിടുത്തെ കണ്ടസ്റ്റൻസിന് കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ സീസണിനേക്കാളൊക്കെ ഇപ്പത്തെ സീസൺ 7ന്റെ പണി കുറച്ചുകൂടെ പണി തന്നെയാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ സീസൺ വരെയൊക്കെ നമുക്ക് മത്സരിച്ചാലും ആ ഫുഡ് ഐറ്റംസ്, ഡ്രസ്സ് അതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചക്കക്കൂട്ടുണ്ട് പിള്ളേരെ പോലെയാണ് ബിഗ് ബോസിലെ ഫുഡിനാണ് അവിടെ പൊരിഞ്ഞടി. ആര്യനും അനുമോള് അനീഷൊക്കെ ഫുഡിനാണല്ലോ അവര്. എന്റെ പൊന്നു ബിഗ് ബോസ് ആയി നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണമൊക്കെ അവർക്ക് കൊടുത്ത് അവരെ ഇത്തിരി മെച്ചപ്പെടുത്തി എടുക്കാൻ പാടില്ലേ? അല്ല, പലരും അതാണ് പറയുന്നത്, ബിഗ് ബോസിലൊന്നും തിന്നാൻ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷെ ഇത് അവര് 100 ദിവസം ഗെയിം കളിക്കാൻ പോയത്. എനിക്കാണ് ഈ പരിപാടി ഇഷ്ടമല്ല. എനിക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അല്ല, ഞാൻ പറഞ്ഞത് മണ്ടന്മാരാക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഇവര്. ഓൾറെഡി ഞാൻ പറഞ്ഞത് ശനിയും ഞായറാഴ്ചത്തെ എപ്പിസോഡൊക്കെ ഇവരെന്ന് എടുക്കുന്നത്. അത് തന്നെയാണ് ചോദിക്കുക. നമ്മൾ ശനിയും ഞായറും ശനിയാഴ്ച ലാലേട്ടം വരുന്നു, ഞായറാഴ്ച ലാലേട്ടം, ശനിയാഴ്ച ലാലേട്ടം വരുന്നു, ഞായറാഴ്ച ലാലേട്ടം വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി ലാലേട്ടൻ എന്നാണ് അവിടെ പോവാറ്? അതൊക്കെ നോക്കുമ്പോ ബിഗ് ബോസ്
നമ്മൾ കേരളത്തിനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്, കേരളക്കരയെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്, ഫാൻസുകളെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമുക്കൊരു എന്റർടൈൻമെന്റ് എന്താണ്? അടുത്ത വീട്ടിൽ അടിയുണ്ടോ, കണ്ടവന്റെ വീട്ടിൽ അടിയുണ്ടോ നോക്കുക എന്നുള്ളത് മാത്രം തന്നെയാണ്. അങ്ങനെയാണ് ബിഗ് ബോസിലെ അടി നടക്കുമ്പോൾ. ബിഗ് ബോസിലെ അടി പോലെയാണ് ഇത് ഇപ്പൊ ഇവിടെ അടി നടക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എപ്പോഴും അടി, ഭക്ഷണം കിട്ടാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അടി, അതിനു വേണ്ടി അടി, പിന്നെ ഒളിച്ചു വെച്ചടി, നമുക്ക് പ്രോപ്പറായിട്ട് വസ്ത്രം ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, ബിഗ് ബോസ് ഇത്ര ഓഡിഷൻ ചെയ്തല്ലേ ഈ ആൾക്കാരെയൊക്കെ എടുത്തേക്കുന്നത്. ഇത്രയൊക്കെ എടുത്തിട്ടും അതിലൊരു വേറൊരു വ്യക്തിയുണ്ട്, വേറൊരു കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ, ഈ കട്ടെടുത്ത് തിന്നുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുന്നത്, ബിഗ് ബോസ് ഈ അവര് ജിമ്മിന് പോകുന്നുണ്ടായിരിക്കും, അവര് പ്രോപ്പറായി ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും. എന്തിനാണ് അവിടെ ചെന്നിരിക്കുന്നതാണ് എനിക്ക് ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഷോയില് ഇതുപോലെ ഒരു ഷോയില് പോകണം ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. എന്തിനെങ്കിലും ഞാൻ പറയട്ടെ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഒരു 10 ദിവസം റൂമിന്റെ ഉള്ളിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല പോകാനായിട്ട്. ബിഗ് ബോസിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ബിഗ് ബോസിൽ പോയവരുടെ സ്ഥിതി നമുക്കറിയാം. അപ്പൊ പിന്നെ ബിഗ് ബോസ് കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആണ്, ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്, മണ്ടം പ്രേക്ഷകരാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അവര് അങ്ങനെ ഒരു ഷോയില് പങ്കെടുക്കണം, ജയിക്കണം എന്നൊക്കെയുള്ള വാശിയിൽ പോയി. അവിടെ ചെന്നപ്പോ പട്ടിണിയാണ്, ചിലപ്പോ അവർ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. പട്ടിണിയല്ല, ബിഗ് ബോസ് എല്ലാം കൊടുത്തതിന് ശേഷം ഒളിച്ചു വെച്ച് കട്ടെടുത്ത് തിന്ന് അതും തികയാതെ വന്ന് പട്ടിണിയാണ്. അമ്മമാരെ പറ്റിച്ചെടുക്കാറില്ല. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലോ ആ കൊടുക്കുന്നതിന് ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ അടിയും പിടിയുമാണ്. അതുകൊണ്ട് എന്റെ പൊന്നു ബിഗ് ബോസ്, എന്നെ ബിഗ് ബോസിലൊന്നും വിളിച്ചേക്കരുത്, ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്നില്ല. ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ടൻ പ്രേക്ഷകരാണ് ഇതൊക്കെ. മണ്ടൻ പ്രേക്ഷകരെ പറയാനുള്ളൂ. മണ്ടൻ പ്രേക്ഷകരെ കാണിക്കുന്ന കുറെ ബിഗ് ഫാൻ ആയിട്ടൊന്നും കാണില്ല, ജസ്റ്റ് എന്റർടൈൻമെന്റ്. ബിഗ് ഫാൻ ഒന്നും അല്ല, പക്ഷെ ഡെയിലി ഇരുന്ന് കാണും, അത്രേ ഉള്ളൂ. എന്റർടൈൻമെന്റ് എന്തായാലും ആസ്വദിക്കുന്നുണ്ട്, ആസ്വദിക്കാം. അതിനെ പ്രാവർത്തികമൊന്നും ആക്കുന്നില്ല. ബിഗ് ബോസ് കളിക്കട്ടെ, അവർ കളിച്ച് കപ്പടിക്കട്ടെ, അത്രേ പറയാനുള്ളൂ.